welcome you all to the very first episode of Music Cafe. നിങ്ങളുടെ പ്രിയ ഗായകരും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരുമായി ഔപചാരികതകളില്ലാത്ത ഒരു സംവാദം. മ്യൂസിക് കഫേയിലെ നമ്മുടെ ആദ്യത്തെ അതിഥി ആരാണെന്ന് അറിയണ്ടേ? ഞാൻ ക്ലൂ തരാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമുള്ളാത്ത കേൾക്കാത്ത ഒരു മലയാളി പോലും കേരളത്തിൽ എന്നല്ല ഒരുപക്ഷെ ലോകത്തിൽ എവിടെയും ഉണ്ടായെന്ന് വരില്ല. യെസ്, നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ, the one and only Jazzy Gift. എവിടെയാണോ? ചേട്ടാ, മോസ്റ്റ് വെൽക്കം ടു മ്യൂസിക് കഫേ. ഈ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഞാൻ മ്യൂസിക്കിൽ ആദ്യമായിട്ട് വരുന്നത് ഞാനൊരു ഹോട്ടൽ സിംഗറായിട്ടാണ്. ഒരു 8-10 വർഷത്തോളം ഞാനിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം അതേ അറ്റ്മോസ്ഫിയറാണ് കാണുന്നത്. സെയിം ആയിട്ടില്ല, അത് രാത്രികളാണ്, ഇതിപ്പോൾ രാവിലെ അല്ലേ. ആ ഡിഫറൻസ് ഉണ്ട്, എങ്കിലും ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഞാനവിടെ ആദ്യം കീബോർഡിസ്റ്റായിട്ട് കയറി. ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സിംഗർ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ സിംഗറായിട്ട് അവിടെ കയറി, പിന്നെ പാടി തുടങ്ങി. ഫുള്ളി ഇംഗ്ലീഷ് ക്ലാസിക് നമ്പർ 60s 70s 80s മുതൽ പുതിയതായിട്ടുള്ള പാട്ട് ഒത്തിരി പാടി. ഒപ്പം ഡാൻസ് ചെയ്യില്ലായിരുന്നു. അതിന് വേറെ ആർക്ക് ബാൻഡിൽ ഡാൻസ് ചെയ്യാനില്ല, ഗസ്റ്റുകൾ ഡാൻസ് ചെയ്യും. അതുപോലെ എയർക്രൂ ഉണ്ട്, അവർ ഡാൻസ് ചെയ്യും. നമുക്ക് പാടിയാൽ മാത്രം മതി. നമുക്ക് ഡാൻസ് ചെയ്തുകൂടുന്ന നിയമമുണ്ട് അവിടെ. ചെയ്യാൻ പാടില്ല. ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ ഞാൻ സ്ലോ ആയിട്ടുള്ള സോങ് മതിയോ? ഞാൻ ആനി സോങ് എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അറിയാമോ? അറിഞ്ഞൂടാ? പാടാം. ഇത്രയേ ഉള്ളൂ. കൂടുതൽ പാടണോ ഇനി? ബാക്കി പോർഷൻ പാടാം. Come let me love you, let me give my life to you, let me drown in your laughter, let me die in your arms, let me lay down beside you, let me always be with you. Come let me love you, come love me again. ജാസ്ചേട്ടന് ഇപ്പം അന്ന് പാടിയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? അന്ന് പാടിയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാട്ടൊക്കെ ആയിരുന്നു പാടാറ്? ഞാൻ ഈ ടൈപ്പ് കുറേ പഴയ സോഫ്റ്റായിട്ടുള്ള പാട്ടുണ്ടായിരുന്നു. സോഫ്റ്റായിട്ടുള്ള സോങ്സ് പാടിയില്ലേ നമുക്കൊരു 3 മണിക്കൂർ നിൽക്കാൻ പറ്റും. ഓ, അങ്ങനെ. അത് സോഫ്റ്റായിട്ട് പാടി കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഹെവി ആയിട്ട് അങ്ങ് ഓഡിയൻസ് പറയുന്നതാണോ അതോ അവർ പറയും? മിക്കവാറും ഓഡിയൻസ് പറയില്ല, നമ്മളങ്ങ് പാടി തുടങ്ങും. കുറച്ച് ഓഡിയൻസ് പറയും, റിക്വസ്റ്റ് വരും, ഒത്തിരി റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് എല്ലാം നമ്മൾ പാടിയിരിക്കും. അതാണ് ഇപ്പോൾ ഹോട്ടലിൽ
പാടുന്നതിൻ്റെ ഒരു ഗുണം ഒത്തിരി പാട്ട് പഠിക്കാൻ പറ്റും, ഒത്തിരി ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനൊക്കെ ശരിയാക്കാൻ പറ്റും. പിന്നെ ഫോറിനേഴ്സിൻ്റെ ഇടയിൽ പ്ലേ ചെയ്യാൻ പറ്റും. എപ്പോഴും ഈ പാട്ട് എവിടെ നിന്നാണ് ഇറങ്ങി ആ ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് പാടുമ്പോഴും ചിലപ്പോഴും അവർ പറയും കൊള്ളൂല, ചിലപ്പോഴൊക്കെ നല്ലതായിട്ട് പറയും. സാറിൻ്റെ പാട്ടുകൾ പോലെ ഡിഫറെൻ്റ് ആണ് സാറിൻ്റെ പേരും. ഇതിങ്ങനെ വരാനായിട്ട് എന്തെങ്കിലും റീസൺ എന്തെങ്കിലും ഉണ്ടോ? പേര് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ആയിട്ടില്ല. ഫാദറിൻ്റെ പേര് ഗിഫ്റ്റ് ഇസ്രായേൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ജാസി ഗിഫ്റ്റ്. പിന്നെ ഞാൻ ആദ്യത്തെ ആൽബം ദ ഗിഫ്റ്റ് എന്നാണ് എൻ്റെ പേരിട്ടിരുന്നത്. ലജ്ജാവതിക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് എഴുതി ചെയ്തിരുന്ന ആൽബം. അപ്പോഴത്തേക്ക് പലരും ആ പേരാണ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് എന്നുള്ള ആൽബത്തിൻ്റെ പേരാണ് എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തു എന്നുള്ളൊരു സംഭവമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. പിന്നെ ഈ വെറൈറ്റി നോക്കി പേരിട്ടതല്ല. അങ്ങനെ ഈ ആദ്യമേ പേരിട്ടപ്പോഴും എന്നെ അങ്ങ് വെറൈറ്റി പോലെ ഫീൽ ചെയ്തതാണ്. അപ്പോൾ ജാസി എന്നുള്ള പേര് ഒത്തിരി ഉണ്ട്. ഗിഫ്റ്റ് എന്നുള്ള പേര് ഞാൻ നോക്കിയിട്ട് ഈ പേരിൽ എനിക്കേ ഉള്ളൂ. പക്ഷെ പ്രസൻറ്റേഷൻ എന്നൊക്കെ പേരുണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പേരുകൊണ്ട് സാറിന് പല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ രസമുള്ളതല്ലെങ്കിലും ഞാനിങ്ങനെ ഫാദറിൻ്റെ ഓഫീസിൽ പോയി. ഇതിനൊക്കെ മുമ്പ് വളരെ മുമ്പ് ഫാദറിൻ്റെ ഓഫീസിൽ പോയപ്പോഴും ഇങ്ങനെ ചോദിച്ചു ഗിഫ്റ്റ് ഇസ്രായേൽ എവിടെയാണ് പിള്ളേർ, ഇവിടെ തൽക്കാലം ലിഫ്റ്റ് ഇല്ല, ഈ നടന്നു പോകേണ്ടി, അങ്ങനത്തെ കൊച്ചു സംഭവങ്ങളെ ചോദിച്ചു. ആക്ച്വലി എൻ്റെ പേരെന്ന് വെച്ചാൽ നിരപ്പിൽ ജാസി ഗിഫ്റ്റാണ്. നിരപ്പിൽ കുടുംബ പേര്, അതാണ് എൻ്റെ യഥാർത്ഥ പേര്. ഞാനിപ്പോൾ തൽക്കാലം ജാസി ഗിഫ്റ്റ് എന്നാണ് ഞാനിപ്പം എഴുതുന്നത്. ഇനിയിപ്പോൾ തന്നെ ഈ നിരപ്പിൽ എന്നുള്ളവിടെ ഞാൻ ചേർത്ത് ഇനി ഇടാൻ പോവുകയാണ്. മമ്മിയുടെ പേര് രാജമ്മ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാജമ്മ ഗിഫ്റ്റ് എന്നുള്ളത് സംഭവം ജിസി, അനിയത്തി ജിസി ഗിഫ്റ്റ് എന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്നുള്ളതൊരു ഇതായി. അത് കൊള്ളൂലേ, ഇടണ്ടേ? ഫാദർ എന്ത് ചെയ്യാണ്? ഫാദർ ഇപ്പോഴും ഉറക്കമായിരിക്കും, റിട്ടയറായി യൂണിവേഴ്സിറ്റി അവിടെ സാറായിരുന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ വരുമ്പോൾ ഉറക്കമായിരുന്നു, ഇപ്പോൾ ഉറങ്ങിയാണ്. തമാശയായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത് യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ സാറായിരുന്നു. മമ്മിക്ക് പണിയൊന്നുമില്ല, ഹൗസ് വൈഫായിരുന്നു. അനിയത്തി ഇപ്പോഴേ M.Com കഴിഞ്ഞു, PGDC ഒക്കെ കഴിഞ്ഞു, ജയിച്ചു. മാരീഡ് ആണോ? അല്ല, ഞാനും മാരീഡ് അല്ല.